നോഹ ഇന്നത്തെ ലഞ്ച് മാഷല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നോഹിൻ്റെ ഫേവറേറ്റ് ചീര റൈസ്, അതായത് നമ്മൾ ചീര വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു റൈസും പിന്നെ കുറച്ച് ബട്ടറിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളും കേടുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മൂപ്പര് നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വെജിറ്റബിളൊക്കെ അവൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു. റൈസ് മാത്രമായിരുന്നു എനിക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. യു എയിലായ ടൈമിൽ ഈ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് തവണ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം കിട്ടിയിട്ടില്ലായിരുന്നു. ചീര ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാൻ അയക്കൂല വീട്ടിൽ. ഇന്നലെ ഞാൻ ഉപ്പാൻ്റെ ഗാർഡനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം കിട്ടി. ഞാൻ അപ്പോൾ തന്നെ കയ്യോടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പീസിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകശാല റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര, ചെറിയുള്ളി, ക്യാരറ്റ്, പയർ, ഗാർലിക്ക്, ഇത്ര ഐറ്റംസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു പോട്ട് എടുക്കുന്നു. അതിലോട്ട് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ബോയിൽ ആകുമ്പോൾ അതിലോട്ട് നമ്മുടെ ചീര ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലോട്ട് നമ്മുടെ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീര റൈസ് സെറ്റായിട്ട് ഒരു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ടാവും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലോട്ട് ഗാർലിക് ഒന്ന് ആഡ് ചെയ്യുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഞാൻ ഒരുമിച്ചിട്ടെടുത്താണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ സോൾട്ടും പെപ്പറൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം സെറ്റായിട്ട് വരും. നോക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അവന് ഒറ്റയ്ക്ക് നിങ്ങൾ കഴിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മോൻ്റെ പ്ലേറ്റിൽ നമ്മൾ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. മൂപ്പര് നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഫോളോ ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ.